സാധാരണ പബ്ലിക് ഡൊമൈനിൽ ഒരു ധാരണയുണ്ട്. സിവിൽ സർവീസ് അതായത് IAS, IPS പോലുള്ള സർവീസിൽ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ആ പഠിക്കുന്ന കുട്ടി നല്ലൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിരിക്കണം എന്നുള്ളത്. അതേ സമയത്ത് നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടി പറ്റും അക്കാഡമിക്കലി വളരെ വീക്ക് ആയിട്ടുള്ള ആൾക്കാർ, 10th 12th ഫെയിൽ ആയിട്ടുള്ള ആൾക്കാർ കറസ്പോണ്ടൻസ് ഡിഗ്രി എടുത്തിട്ട് IAS അല്ലെങ്കിൽ IPS നേടുന്നത്. അപ്പോൾ ശരിക്കും ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ഒരു ബാരിയർ അല്ല, ഒരു തടസ്സമല്ല. ഏഹ് ഏതൊരു ആവറേജ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾക്കും എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്ന ഒരു ലക്ഷ്യം മാത്രമാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എനി ഡിഗ്രി ജസ്റ്റ് പാസ് എന്നുള്ളതാണ് സിവിൽ സർവീസ് പരീക്ഷയുടെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നെ. എനി ഡിഗ്രി ഓർ ഇറ്റ്സ് ഇക്വലന്റ്. അതേസമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും സിവിൽ സർവീസിന് താഴെയുള്ള മറ്റ് പല ഗവൺമെന്റ് എക്സാമുകളിലോട്ടും ചിലപ്പം അവർ മിനിമം ഫസ്റ്റ് ക്ലാസ് ചോദിക്കുന്നത്. കാരണം സിവിൽ സർവീസിന്റെ റിക്വയർമെന്റ് ഡിഫറെൻ്റ് ആണ്. അത് മനസ്സിലാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഒരു ആൾക്ക് ഒരു PSC പരീക്ഷ എഴുതി ക്ലിയർ ചെയ്യാൻ, സാധാരണ ഒരു LD ക്ലർക്ക് പരീക്ഷ എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് കരുതി ആ ആൾക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പല കാൻഡിഡേറ്റ്സും ഉണ്ട് സിവിൽ സർവീസ് പരീക്ഷ എഴുതി ക്ലിയർ ചെയ്യും, പക്ഷേ അതേ സമയത്ത് തന്നെ അവർ എഴുതിയിട്ടുള്ള മറ്റ് പല ഗവൺമെന്റ് എക്സാംസ് ഉണ്ട് അതിനേക്കാൾ ഗ്രേഡ് കുറഞ്ഞിട്ടുള്ളത്, അത് ക്ലിയർ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ എക്സാമിനും അതിൻ്റെതായിട്ടുള്ള റിക്വയർമെന്റ് ഉണ്ട്. ആ റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ആ എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. Alchemy IAS, transforming dreams into reality.